ഗുഡ് മോർണിംഗ്. നമ്മൾ ഫൈനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം നമ്മൾ ഇൻഷുറൻസിനെ പറ്റി കവർ ചെയ്ത് കഴിഞ്ഞ ആദ്യത്തെ 3 വീഡിയോകൾ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ്. നമ്മൾ സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു ടേമാണ് മ്യൂച്വൽ ഫണ്ടെന്ന്. ടി വിയിൽ പരസ്യം പറയാറുണ്ട്. പല സമ്പാദ്യ പദ്ധതികളിലേക്ക് നമ്മൾ പല മ്യൂച്വൽ ഫണ്ട് മാനേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടുകളിലേക്ക് ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്? നമുക്കറിയാം, കോർപ്പറേറ്റ് സെക്ടർ അവർക്ക് വേണ്ട മൂലധനം സ്വരൂപിക്കുന്നത് സെക്യൂരിറ്റികളിലൂടെയാണ്. സെക്യൂരിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടർ പണം സ്വരൂപിക്കാനായി ഇഷ്യൂ ചെയ്യുന്ന സാമ്പത്തിക പ്രമാണങ്ങളാണ്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം, ഷെയറുകൾ, ഡിബഞ്ചറുകൾ, ബോണ്ടുകൾ. കോർപ്പറേറ്റ് സെക്ടർ മാത്രമല്ല സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെൻറ്റും ധനാവശ്യങ്ങൾ നിറവേറ്റുവാൻ ജനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാറുണ്ട്. അപ്പം ഗവൺമെൻറ് ഏജൻസീസും ഗവൺമെൻറ്റും അവരുടെ മൂലധന നിക്ഷേപത്തിൻ്റെയോ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ടോ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഷെയർ എന്താണെന്ന് നമുക്കറിയാം. ഒരു കമ്പനിയുടെ മൂലധനം അതിനെ ചെറിയ യൂണിറ്റുകളായി തിരിക്കുന്നു. ഉദാഹരണമായിട്ട് 100 രൂപയാണ് ഒരു കമ്പനി മൂലധനമായി സ്വരൂപിച്ചെടുക്കാൻ തീരുമാനിച്ചതെങ്കിൽ ആ 100നെ 20 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 20 യൂണിറ്റുകളാക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ 20 യൂണിറ്റുകളാകുമ്പോൾ അതിലൊരു യൂണിറ്റിൻ്റെ വില 5 രൂപയായിട്ട് നമുക്ക് കാണാം. അതിനെയാണ് ഒരു ഷെയർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതേപോലെ ആ കമ്പനിക്ക് അനുവദനീയമായ ഷെയറുകൾ വിറ്റഴിച്ചാണ് അതിനു വേണ്ട മൂലധനം സ്വരൂപിക്കുന്നത്. കോടാനുകോടി രൂപയാണ് ഒരു കമ്പനി അവരുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങുവാൻ ആവശ്യമായി വരുന്നത്. അപ്പോൾ ഈ കമ്പനികൾ ഈ യൂണിറ്റുകൾ പൊതുജനങ്ങൾക്ക് വിറ്റ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് വിറ്റ് ആ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ആ പണം സ്വരൂപിക്കുന്നു. ആ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവർ സ്വീകരിച്ച പണത്തിന് അക്നോളജ് ചെയ്തുകൊണ്ട് അതിൻ്റെ എവിഡൻസ് ആയിട്ട് അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റോ ഡിബഞ്ചറോ നൽകുന്നു. ഇപ്പോൾ ജനങ്ങളുടെ പക്കലുള്ള ചെറിയ സമ്പാദ്യങ്ങൾ സ്വീകരിച്ച് ഒരു കേന്ദ്രത്തിലേക്ക് പൂൾ ചെയ്ത് അത് ആ കമ്പനി അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ആ ഫണ്ട് മൂലധനമായി മാറ്റുന്നു. അപ്പോൾ ഇവിടെ ആ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപ താല്പര്യങ്ങളുണ്ട്. ചിലർക്ക് റെഗുലർ ഇൻകമാണ്, ചിലർക്ക് അവരുടെ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്, മുടക്കിയ മൂലധനം വളർത്തുക എന്നുള്ളത്. അപ്പോൾ നിക്ഷേപ താല്പര്യം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ സെക്യൂരിറ്റീസ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളതിനെപ്പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ പാഠം പല വീഡിയോസായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അതിൻ്റെ മീനിങ്, ഡെഫിനിഷന്, ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ് നോക്കുന്നത്. നമുക്കിനി മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ പബ്ലിക് അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് പോയി കമ്പനിയുടെ ഷെയർ വാങ്ങുമല്ല.
അങ്ങനെ വാങ്ങുവാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനെ ഏൽപ്പിക്കുക. ഈ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ധനകാര്യ സ്ഥാപനങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ടുമായി വിവിധ തരത്തിൽപ്പെട്ട മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻഡയറക്റ്റ് മെത്തേഡാണ് അവർ സ്വീകരിക്കുന്നത്. നമ്മളിൽ നിന്ന് ഈ പണം അവർ മ്യൂച്വൽ ഫണ്ട് എന്ന പേരിൽ സ്വീകരിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനങ്ങളെപ്പറ്റി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ വിശദമായിട്ട് പറയുന്നതുകൊണ്ട് ഈ ഭാഗത്തത് പരിശോധിക്കുന്നില്ല. വളരെ വിശദമായിട്ട് അടുത്ത ടോപ്പിക്കിൽ ഇതിൻ്റെ സംഘടനാപരമായ പ്രവർത്തന രീതികളെപ്പറ്റി നമ്മൾ വിശദീകരിക്കും. ഇതിനൊരു 3 ടയർ സിസ്റ്റമാണ്. ഇതിൻ്റെ സംഘടനാപരമായ രൂപം ഒരു 3 ടയർ 3 ഘടകങ്ങളായിട്ടാണ് അതിനെ നിയമം വേർതിരിച്ച്, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റേഴ്സ് അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഘടന അല്ലെങ്കിൽ സ്ഥാപനം രൂപീകരിക്കേണ്ടത്. അതിനെപ്പറ്റി നമുക്ക് വിശദമായി പിന്നെ നോക്കാം. ഇപ്പം ജനങ്ങളുടെ പക്കലുള്ള ചെറു സമ്പാദ്യങ്ങൾ ഒരു കോമൺ റിസർവിയറിലേക്ക് അല്ലെങ്കിൽ അത് പൂള് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫണ്ട് മാനേജേഴ്സ്, ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഈ ഫണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? വൈവിധ്യമാർന്ന മേഖലകളിലേക്ക്, ക്യാപിറ്റൽ അപ്രീസിയേഷനും ഇൻകവും ജനറേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിലേക്ക്, വ്യക്തമായി പറഞ്ഞ ഷെയറുകളിലേക്കും ഡിബഞ്ചറുകളിലേക്കും മറ്റ് സെക്യൂരിറ്റീസ്. ഈ സെക്യൂരിറ്റീസിൽ ഷെയറാകാം, ഡിബഞ്ചറാകാം, ഗോൾഡ് റിലേറ്റഡ് സെക്യൂരിറ്റീസ് ആകാം, ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാകാം. ഈ പണം അവിടെ കൊണ്ടുപോയി അവർ നിക്ഷേപിക്കും. എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് വാങ്ങുന്നതിന് പകരം ഈ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന അല്ലെങ്കിൽ സ്വരൂപിക്കുന്ന പണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അവർ കൃത്യമായിട്ട് വൈവിധ്യമാർന്ന വിവിധ മേഖലകളിലെ വിവിധ തരം സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നതായിട്ടാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടുപോയി അവർ ടാറ്റയുടെയോ ബിർളയുടെയോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ ഷെയറിൽ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡിബഞ്ചർ അവർ വാങ്ങുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൂടി ചേർത്ത് അതിൻ്റെ ലാഭനഷ്ടങ്ങളും നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. ഇന്ന് വരുമാനം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വളരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് വളരുന്നതായിട്ട് കാണാം. ഉദാഹരണമായിട്ട് 100 രൂപയ്ക്കൊരു ഷെയർ നമ്മൾ വാങ്ങി, ആ കമ്പനി സാമ്പത്തികമായിട്ട് ഭദ്രമാണ്, വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ലാഭത്തിൻ്റെ വിഹിതം നമ്മുടെ 100 രൂപയുടെ ഷെയറിന് ലഭ്യമാകും. അത് നമ്മൾ വരുമാനമായോ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മുടെ അസറ്റ് ഗ്രോ ചെയ്യുകയോ ചെയ്യും. ഇങ്ങനെയാണ് ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത്. മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത, മ്യൂച്വൽ ഫണ്ട് നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. കൃത്യമായിട്ട് ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് പരസ്യം പറയാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. എന്താണ്? മ്യൂച്വൽ ഫണ്ടുകൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് പറയാറുണ്ട്, നമുക്ക് വാൺ ചെയ്യാറുണ്ട്. ഇതിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ആരംഭിക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ജനകീയമാകുന്ന കാലത്ത് ഇൻഷുറൻസ് ഏജന്റുമാരൊക്കെ ആയിരുന്നു ഇത് വിറ്റഴിക്കാനായിട്ട് വരുന്നത്. പിയർലെസ് എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ആ കമ്പനി ഇൻഷുറൻസ് സ്കീമിൽ നിന്നും മാറി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് മാറി. പക്ഷെ ഇതൊന്നും അവർ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ടും വ്യത്യസ്തമാണ്, 2 രീതിയാണ്. ഇൻഷുറൻസിൽ നമുക്ക് അഷ്വർ ചെയ്യുന്ന തുക തരികയാണ്, ലൈഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. നമ്മൾ ജനറൽ ഇൻഷുറൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അവർ കോമ്പൻസേറ്റ് ചെയ്യുകയാണ്. ഇവിടെ അങ്ങനെയല്ല. അവിടെ ഒരു നഷ്ടമുണ്ടായാൽ കോമ്പൻസേഷൻ ഉറപ്പ്, അല്ലെങ്കിൽ ലൈഫ് പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അഷ്വേർഡ് എമൗണ്ട് അവർ തരികയും ചെയ്യും. ഇവിടെ അങ്ങനെയൊരു ഉറപ്പില്ല, ഇവിടെ നഷ്ടസാധ്യതകളുണ്ട്. നമ്മുടെ പണം ഏത് സെക്യൂരിറ്റീസിലേക്കാണോ നിക്ഷേപിക്കപ്പെടുന്നത് ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനവും നമ്മുടെ സ്വത്തിൻ്റെ വളർച്ചയും ഉണ്ടാകുന്നത്. നമ്മുടെ പണം നിക്ഷേപിക്കപ്പെട്ട കമ്പനി നഷ്ടത്തിലാണെങ്കിൽ
ആ നഷ്ടം അതിൻ്റെ ഒരു ഷെയർ നമുക്കും വേണ്ടി വരും. അപ്പോൾ ഈ കമ്പനി ബഹുജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം കൊണ്ടുപോയി ഒരു കമ്പനിയിലൊന്നും നിക്ഷേപിക്കില്ല. അവർ പല പല കമ്പനികളിലായിട്ടായിരിക്കും അത് നിക്ഷേപിക്കുന്നത്. മാത്രമല്ല നമ്മുടെ രാജ്യം ഒരു വലിയ രാജ്യമാണ്. വൈവിധ്യമാർന്ന ബിസിനസ് സെക്ടേഴ്സ് നമുക്കുണ്ട് അല്ലേ. പ്രധാനമായിട്ടും നമുക്കറിയാം അഗ്രോ റിലേറ്റഡ് ആയിട്ട്, മാനുഫാക്ചറിങ് ആയിട്ട്, സർവീസായിട്ട്, അതിനെപ്പറ്റിയൊക്കെ പിന്നീട് നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഫണ്ട് എന്ത് ചെയ്യുകയാണ്, അവർ ഡിസ്പേഴ്സ് ചെയ്യുന്നത്, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പല പല സ്വഭാവമുള്ള കമ്പനികൾ അല്ലെങ്കിൽ പല പല വ്യത്യസ്തമായ ആക്ടിവിറ്റീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ ഓഫ്സെറ്റ് ചെയ്യാൻ മറ്റ് മേഖലകളിലെ വരുമാനം അതിനായിട്ട് ഉപയോഗിക്കും. ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് തിരികെ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് കമ്പനി പറയും ഇപ്പം ട്രെൻഡ് അനുകൂലമല്ല, ഇപ്പം വിഡ്രോ ചെയ്യേണ്ടെന്ന് പറയും. കാരണം നമ്മുടെ നിക്ഷേപങ്ങൾ നടത്തപ്പെട്ടിരിക്കുന്ന ആ സെക്യൂരിറ്റീസിൽ നിന്നുള്ള വരുമാനം നമുക്ക് പോസിറ്റീവ് അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം അപ്പോൾ പിൻവലിച്ചാൽ ചിലപ്പോൾ നമ്മൾ മുടക്കിയ മുതൽ അല്ലെങ്കിൽ 1 ലക്ഷം മുടക്കിയെങ്കിൽ ചിലപ്പോൾ എന്താണ് ആ 1 ലക്ഷത്തിനാണ്. കാരണം ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട്. അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിക്കാൻ കഴിയുന്നില്ല. അത് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഭാഗമാണ്. അത് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പരിശോധിക്കാം. അപ്പം ഇത് മിനിമം എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലായിട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് ഇതിൻ്റെ മീനിങ്? നമുക്ക് ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. എ മ്യൂച്വൽ ഫണ്ട് ഈസ് എ ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ പൂളിംഗ് ദി സേവിങ്സ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഈ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ആ കമ്പനി ട്രസ്റ്റ് ഫോം ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൻ്റെ സംഘടനാപരമായ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. അത് ആ സ്ട്രക്ചറിലെ ഓരോ എലമെൻസിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ ധർമ്മങ്ങൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ കൃത്യമായി പരിശോധിക്കും. അപ്പോൾ എ മ്യൂച്വൽ ഫണ്ട് ഈസ് എ ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ പൂളിംഗ് ദി സേവിങ്സ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഹൂ ഷെയർ എ കോമൺ ഫിനാൻഷ്യൽ ഗോൾ. അപ്പോൾ നിക്ഷേപകർക്ക് അവരുടെ കോമൺ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്വത്ത് വളർത്തുക. ചിലർക്ക് റെഗുലർ ഇൻകം വേണം, ചിലർക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ വഴി അവരതവിടെ നിക്ഷേപിക്കുകയും കുറേ കാലം കഴിയുമ്പോൾ 100 രൂപ മുടക്കിയെങ്കിൽ 200, 300, 400, 500 അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അനുസരിച്ച് അവർക്കതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ്. ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയ സെബി റെഗുലേഷൻസ് അനുസരിച്ചാണ്. നോക്കിയ സെബി ആക്ട്, സെബി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതിനകത്ത് ഇതിനെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. സെബി റെഗുലേഷൻസ് ഡിഫൈൻ മ്യൂച്വൽ ഫണ്ട് ആസ് എ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഫോം ഓഫ് എ ട്രസ്റ്റ്. ഇത് ട്രസ്റ്റ് ഫോം ചെയ്ത് അവിടെയാണ് ഈ ഫണ്ട് ഏൽപ്പിക്കപ്പെടുന്നത്. ആരാ? ബൈ എ സ്പോൺസർ. അവിടെ SBI ആണെങ്കിൽ SBI തന്നെയാണ് അതിൻ്റെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. 3 ഫോമിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെപ്പറ്റി നമുക്ക് പിന്നെ നോക്കാം. എ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഫോം ഓഫ് എ ട്രസ്റ്റ് ബൈ എ സ്പോൺസർ ടു റൈസ് മണി ബൈ ദ ട്രസ്റ്റീസ് ത്രൂ ദ സെയിൽ ഓഫ് യൂണിറ്റ്സ് ടു ദ പബ്ലിക് അണ്ടർ 1 or more schemes ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ് ഓർ ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ്. നിയമം അനുശാസിക്കുന്ന ക്രമത്തിൽ ജനങ്ങളിൽ നിന്ന് ഇവരുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളാണ്, നമുക്ക് നേരിട്ട് തരുന്ന ഷെയറുകളല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഈ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി അവരുടെ യൂണിറ്റ്സുകളായിട്ടാണ്. ഇപ്പം UTIയുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അവരുടെ യൂണിറ്റുകളാണ് വാങ്ങുന്നത്. അപ്പോൾ ആ യൂണിറ്റുകൾ ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഈ കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ടാണ് കൊണ്ടുപോയി അവർ മറ്റ് സെക്യൂരിറ്റികളിൽ എന്ത് ചെയ്യുന്നത്, നിക്ഷേപിക്കാം. അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ ചെന്ന് ആ കൺസേൺഡ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകളാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നമുക്കൊന്നിൽ വരുമാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ സാധ്യമാകുന്നത്
അത് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്പനികളുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ ആസ്പദമാക്കിയായിരിക്കും. അപ്പോൾ നമുക്കൊന്നുകൂടെ ഈ ഡെഫിനിഷൻ നോക്കാം. എ ഫണ്ട് established in the form of a trust by a sponsor to raise money by the trustees through the sale of units to the public under one or more schemes for investing in securities or gold-related instruments and real estates in accordance with regulations. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഈ സ്ഥാപനങ്ങളെ, ഈ മ്യൂച്വൽ ഫണ്ട് സ്കീംസിനെ എല്ലാം നിയന്ത്രിക്കുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവരെ പറ്റി സൂചന തന്നിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലെ ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡ്, ഹിസ്റ്ററി നമ്മൾ പിന്നീടൊന്ന് പരിശോധിക്കും. മ്യൂച്വൽ ഫണ്ടിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനം ഇതിനായിട്ടൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ട്രസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനായിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ട്രസ്റ്റ് വഴിയാണ് ജനങ്ങളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിറ്റ് പണം സ്വരൂപിക്കുന്നത്. മനസ്സിലായി? ഈ ട്രസ്റ്റാണ് സ്കീമുകൾ ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ എടുത്തു പറയത്തക്ക ഇതിൻ്റെ പ്രത്യേകത, ഇതിന് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആണ്. അതായത് പരിണിതപ്രജ്ഞരായ, വിദ്യാസമ്പന്നരായ, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ്, അനലിസ്റ്റുകളുമാണ് നമ്മുടെ നിക്ഷേപങ്ങൾ കാര്യക്ഷമമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത തുക വളരെ ശാസ്ത്രീയമായിട്ട് അത് അവർ പഠനവിധേയമാക്കി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നു. അത് പേഴ്സണലി നമുക്ക് പറയുന്ന സർവീസ് ചെറിയ കോസ്റ്റിൽ നേടിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സമ്പാദ്യങ്ങൾ, ചെറു സമ്പാദ്യങ്ങൾ നമ്മൾ ഈ ട്രസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അവരുടെ അതിവിദഗ്ധരായ സാമ്പത്തിക വിദഗ്ധന്മാർ അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ പ്രവർത്തിക്കുന്നത് കൊമേഴ്സ് പഠിച്ച ആളുകൾ തന്നെയാണ്. കൊമേഴ്സുകാരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഇതൊക്കെ വലിയ തൊഴിൽ സാധ്യതയുള്ള മേഖലകളൂടെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. അപ്പം ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വിദഗ്ധരായ ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റെ സഹായം ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ലഭ്യമാകുന്നു. മൂന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്, ഇതിൻ്റെ വൈവിധ്യവൽക്കരണം. നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന രാജ്യമല്ല. നമ്മുടെ രാജ്യം മഹാരാജ്യമാണ്. വലിയ എന്താ പറയുന്ന സാമ്പത്തിക ഷോക്കുകളൊന്നും നമ്മുടെ എക്കണോമിയെ അഫക്റ്റ് ചെയ്യാറില്ല. കാരണം എക്കണോമിയുടെ ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ആസ്പെക്ട്സുകൾ മറ്റ് സെക്ടറുകളുടെ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ മികച്ച പ്രകടനം മൂലം ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എക്കണോമിയെ മൊത്തത്തിൽ സാമ്പത്തിക തിരിച്ചടികൾ ഇതേപോലെ സംഭവിക്കുക, നമ്മുടെ എക്കണോമി വളരെ പിന്നോട്ട് പോവുക ചെയ്യുക വളരെ സാധ്യത കുറവുള്ള ഒരു കാര്യമാണ്. കാരണം അത്ര വൈവിധ്യമാർന്ന സെക്ടറുകൾ നമ്മുടെ രാജ്യത്ത് വളരെ കാര്യക്ഷമതയോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാർഷിക മേഖലയിൽ ഒരു ചെറിയ പോരായ്മ വന്നാൽ അത് ചിലപ്പോൾ മാനുഫാക്ചറിങ് മേഖലയെ അഫക്റ്റ് ചെയ്യത്തില്ലെന്നല്ല, മാനുഫാക്ചറിങ് മേഖലയുണ്ട് കവർ ചെയ്യപ്പെടും. അല്ലെങ്കിൽ അത് സർവീസ് മേഖല കൊണ്ട് പുതിയ ന്യൂ ജനറേഷൻ കുറേ സെക്ടേഴ്സുകൾ വന്നിട്ടുണ്ട്. 4ഉം 5ഉം അതിനെപ്പറ്റി നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫണ്ട് കൊണ്ടുപോയി ഒരിടത്ത് നിക്ഷേപിക്കുകയല്ല. നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഓറഞ്ചെല്ലാം കൂടെ ഒരു കൊട്ടയിലിട്ട് ഒന്ന് ചീത്തയായാൽ ബാക്കി മുഴുവൻ ചീത്തയാകും. എന്നാൽ അതിൻ്റെ തരമനുസരിച്ച് തരം തിരിച്ച് പല ബാസ്ക്കറ്റുകൾ ഇടാമെങ്കിൽ എന്താണ്, ഒരു ബാസ്ക്കറ്റിൽ ചെയ്യൽ സംഭവിച്ചാലും അത് മറ്റുള്ളതിനെ അഫക്റ്റ് ചെയ്യില്ല. അതേ ഒരു പോളിസിയിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫണ്ട് പല മേഖലകളിലായിട്ടാണിത് നിക്ഷേപിക്കുന്നത്. പലതരം കമ്പനികളുടെ ഓഹരികളിലായിരിക്കും, പലതരം സെക്യൂരിറ്റികളിലായിരിക്കും, പല സെക്ടറുകളിലായിരിക്കും നിക്ഷേപിക്കുന്നത്. ഇതാണ് അല്ലെങ്കിൽ വിവിധ തരത്തിൽപ്പെട്ട സെക്യൂരിറ്റികളിലേക്ക് ഇത് നിക്ഷേപിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ റിസ്ക് പരമാവധി കുറച്ചുകൊണ്ടിരുന്നു. ഈ റിസ്ക്കും അതിനുള്ള ഗെയിനും എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെല്ലാം കൂടി ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത 4മത്തേതിൻ്റെ പൊതുവായ പ്രത്യേകത പറഞ്ഞ് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമ്മുടെ അടിയന്തര ആവശ്യങ്ങളിൽ അതിനെ ക്യാഷാക്കി മാറ്റുവാനുള്ള ശേഷിയാണ്. ഇന്ത്യയിലെ ഈ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് 2014 ശേഷം ഭയങ്കര ബൂമിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ യൂണിറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൈമാറുവാൻ, അല്ലെങ്കിൽ ഈ ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറുകൾ പെട്ടെന്ന് വിറ്റഴിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ പണമാക്കി മാറ്റുവാനോ വളരെ വേഗത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്.
ധനാവശ്യങ്ങൾ നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ, പെട്ടെന്ന് പണത്തിന് ആവശ്യം ഉണ്ടായാൽ അതിനെ ക്യാഷ് ആക്കി മാറ്റുവാനുള്ള എബിലിറ്റിയാണ്. എപ്പോഴും ഈ മിഡിൽ ക്ലാസ് ഒക്കെ ഈ മേഖലയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇത് ഒരു അർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതൽ നല്ലത് കൂടുതൽ സാമ്പത്തികമായിട്ട് സുരക്ഷിതമുള്ളവർക്കാണ് മ്യൂച്വൽ ഫണ്ട് അട്രാക്റ്റീവായിട്ട് വരുന്നത്. കാരണം അവിടെ നഷ്ടസാധ്യതകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് നമ്മൾ വലിയ ലൈഫ് ഇൻഷുറൻസ് സ്കീമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ടുവന്ന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇടത്തരക്കാർക്കോ അതിന് താഴെയുള്ളവർക്കോ അത്ര അട്രാക്റ്റീവ് അല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ എന്നുള്ളതാണ് വരുന്നത്. പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്ന് നമ്മളത് വിൽക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റുകളൊന്നും ഇതിൽ നിന്ന് ഉണ്ടാകുന്നതിന് കിട്ടണമെന്നില്ല. കാരണം ഇത് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കമ്പനികളുടെ സാമ്പത്തികപരമായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ വരുമാനത്തെയും നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിച്ചവർക്ക് അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തിയവർക്കാണ് മ്യൂച്വൽ ഫണ്ട് കൂടുതൽ അട്രാക്റ്റീവ്. അത് ചെറുതും വലുതുമായ സമ്പാദ്യങ്ങൾ, അത് രാഷ്ട്ര നിർമ്മിതിക്ക് തന്നെയാണ് ഈ പണം പോകുന്നത്. രാഷ്ട്രത്തെ വ്യവസായ വാണിജ്യ മേഖലകൾ വിപുലമാകുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരും. നമ്മളെല്ലാം രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന്, ഗ്രോത്തിന്, രാജ്യത്തെ പൊതു നന്മയ്ക്ക്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുവാൻ തൊഴിൽ ആവശ്യമാണ്. തൊഴിൽ മേഖല ശക്തമാകണമെങ്കിൽ വ്യവസായം വാണിജ്യവും സജീവമാകണം. ഇപ്പോൾ പരോക്ഷമായിട്ട് നമ്മൾ രാഷ്ട്ര നിർമ്മിതിക്കായിട്ട് തന്നെയാണ് നമ്മുടെ പണം കൊടുക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി മനസ്സിലായി കാണുമല്ലോ. നമുക്ക് പെട്ടെന്ന് പണത്തിൻ്റെ ലഭ്യത സാധ്യമാകും. അപ്പം ഇതിൻ്റെ വിൽക്കലും വാങ്ങലും, ഈ സെക്യൂരിറ്റീസിൻ്റെ വിൽക്കലും വാങ്ങലും വളരെ വേഗത്തിൽ നടക്കുന്നു. ലോ കോസ്റ്റാണ് അഞ്ചാമത് പറയുന്നത്. നമ്മളതിവിടെ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ വലിയ എക്സ്പെർട്ടുകളുടെ നമുക്ക് നേരിട്ട് പോയാൽ നമുക്ക് പല നിയമപരമായ തടസ്സങ്ങളും നമുക്ക് ആ മേഖലയിൽ എത്തിച്ചേരാൻ പറ്റില്ല ഒരു സാധാരണക്കാരന്. അപ്പോൾ ഈ സാധാരണക്കാരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് തന്നെ എന്താണ്, എക്സ്പെർട്ടുകളാണ്. അപ്പം വളരെ കുറഞ്ഞ ചെലവിൽ എന്താണ് നമുക്ക് ഈ സെക്യൂരിറ്റീസ് സ്വന്തമാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആറാമതായി പറയുന്നതിൻ്റെ പ്രത്യേകത ഷെയറിങ് ഓഫ് റിസ്ക് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിവിധ തരത്തിലുള്ള സെക്യൂരിറ്റികൾ, വിവിധ തരത്തിലുള്ള കമ്പനികൾ, വിവിധ സെക്ടറുകൾ, സാമ്പത്തിക മേഖലകൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ മറ്റ് മേഖലയിലെ ലാഭങ്ങൾ അല്ലെങ്കിൽ വരുമാനത്തിൽ തട്ടിക്കഴിക്കുകയും ആത്യന്തികമായിട്ട് പൊതുജനങ്ങളുടെ ആ നഷ്ടം നേരിട്ട് സഹിക്കേണ്ടി വരികയും ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ കൊണ്ടുപോയി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നഷ്ടമാണെങ്കിൽ നമ്മുടെ ഫണ്ട്, അതിൻ്റെ അർത്ഥം മാർക്കറ്റ് പ്രൈസ് സെക്യൂരിറ്റീസിൽ ചേഞ്ച് ചെയ്താൽ പോലും മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ് പ്രൈസിൽ പ്രകടമായ മാറ്റം വരുത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആ ഷെയർ ലോസ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതല്ല നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ലാഭനഷ്ട സാധ്യതകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നേരിട്ട് ബാധിക്കുന്നതായിട്ട് കാണാം. ഏഴാമത്തേത് അവസാനത്തേതുമായ പ്രത്യേകത നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ട്രാൻസ്പെറൻസിയാണ്, സുതാര്യതയാണ്. ഇതിലൊന്നും ഒളിച്ചു വെക്കാനില്ല. എല്ലാം എന്താണ്, കൃത്യതയോടെ ചെയ്യപ്പെടുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ മുകളിൽ ഒരു സംവിധാനമുണ്ട്, സെബി. കടുത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. അവർ പ്രാധാന്യം നൽകുന്നത് നിക്ഷേപകരുടെ താല്പര്യങ്ങൾക്കാണ്. യാതൊരു വിധത്തിലുള്ള മാർക്കറ്റ് കൃത്രിമവും സെബി അനുവദിക്കില്ല. അപ്പം ശക്തമായ നിയമങ്ങളുള്ളതിനാൽ നമ്മുടെ ഫണ്ട് മാത്രമല്ല, വിദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. അപ്പം ലോകത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്ന നിക്ഷേപകരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വളരെ കൃത്യമായ ഇടപെടൽ സെബിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവിടുത്തെ ഈ ഇടപാടുകളെല്ലാം തന്നെ സുതാര്യമാണ്. പണ്ടുകാലത്ത് ഇതിലൊക്കെ വലിയ അഴിമതികളും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൂപ്പ് ഹോൾസ് എല്ലാം ഗവൺമെൻറ് അടച്ചുകൊണ്ട് സുരക്ഷിതമായ ഇടപാടുകൾ ഉറപ്പുവരുത്തുന്നു. അതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിനി പരിശോധിക്കുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സും. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ ബേസ് ചെയ്താലാണ് കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മളിതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. രാഷ്ട്ര നിർമ്മാണം സാധ്യമാകുക, രാഷ്ട്രത്തിൻ്റെ വികസനവും വളർച്ചയും. ആ വികസനവും വളർച്ചയും ആത്യന്തികമായിട്ട് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമ ജീവിതത്തെയാണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. വ്യക്തികൾ അവരുടെ താല്പര്യങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും ഇതെന്താണ്, രാജ്യത്തെ വ്യവസായ വാണിജ്യ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ധനാവശ്യങ്ങൾ നിറവേറ്റുന്നു.
അതെല്ലാം എന്തിനാണ്? മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുവാനും വികസനം സാധ്യമാക്കുവാനും വേണ്ടിയാണ്. അതിനും വേണ്ട ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. അതിന് ഈ മ്യൂച്വൽ ഫണ്ട് വലിയ തോതിൽ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് മൊബിലൈസേഷൻ ഫണ്ട് സ്വരൂപിക്കലാണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഹൈ ലിക്വിഡിറ്റി ആൻഡ് ബെറ്റർ സെക്യൂരിറ്റി. ഇത് രണ്ടും കഴിഞ്ഞ പോയിന്റിൽ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. എന്താണ്? അതിനെ പണമാക്കി മാറ്റുവാനുള്ള. അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ പെട്ടെന്ന് നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റുന്നു. അപ്പം ആ പണമാക്കി മാറ്റുമ്പോൾ സൂചിപ്പിച്ചതുപോലെ എന്താണ്? നഷ്ടലാഭ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ബെറ്റർ സെക്യൂരിറ്റി നമ്മളതും പറഞ്ഞു കഴിഞ്ഞു. സെബിയൊക്കെ ഇവിടെ പിന്നെ കൃത്യമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി ഇത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിനെ ബാധിക്കാറില്ല. എന്നുവെച്ചാൽ നമ്മുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ അടുത്ത പറയുന്നത് പ്രൊട്ടക്ഷൻ ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളതും പറഞ്ഞു. സെബിയാണിത് എന്ത് ചെയ്ത് സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. നിയമത്തിൻ്റെ ഓരോ നൂലിഴകൾ കീറി മുറിച്ച് പരിശോധിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും യാതൊരു സ്കോപ്പുമില്ല. അങ്ങനെ ചെയ്താൽ ആ കമ്പനി നേരിടേണ്ടി വരുന്ന വളരെ നിയമപരമായ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. അടുത്ത നാലാമത്തെ പറയുന്നത് പ്രൊവൈഡിങ് സ്വിച്ചിങ് ഫെസിലിറ്റി. സ്വിച്ചിങ് ഫെസിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മളൊരു സ്കീമിലേക്ക് നിക്ഷേപിച്ചെങ്കിൽ പോലും ലാഭസാധ്യത അനുസരിച്ച് അത് മറ്റ് സ്കീമുകളിലേക്ക് മാറ്റാം. എന്നുവെച്ചാൽ ആ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ നിക്ഷേപം സ്കീം അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച സ്കീമിൽ നിന്ന് മറ്റൊരു സ്കീമിലേക്ക് നമ്മുടെ ഫണ്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പം അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ലാഭകരമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതെന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് ഈ ഫണ്ട് യഥാക്രമം മാറ്റി നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ് ലിക്വിഡിറ്റി ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈ സ്കീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ അല്ലെങ്കിൽ കമ്പനികളുടെ സെക്യൂരിറ്റികൾ മാറി മാറി വാങ്ങാം. പക്ഷേ ഇത് വാങ്ങാനും വിൽക്കാനും ഒക്കെ ആൾ നിൽപ്പുണ്ട്. നമുക്കറിയാം ഷെയറുകളുടെ വിൽപ്പനയും വാങ്ങലും ഒക്കെ നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ്. എന്താ? മൂലധന വിപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെടുംതൂണാണ് എന്തെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. മനസ്സിലായി? ഇപ്പം ആധുനിക കാലത്ത് ഓൺലൈൻ ട്രേഡിങ്ങും ഒക്കെ സാധ്യമാണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷനാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ട് പഠിക്കും. അഞ്ചാമത്തെ പ്രാധാന്യം പറയുന്നത് ഫ്ലോ ഓഫ് ക്യാപിറ്റലാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആകർഷണീയമെന്ന് തോന്നുന്ന സെക്യൂരിറ്റികളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആകർഷണീയമായി തോന്നുന്ന സെക്ടറുകളിലേക്ക് എന്ത് ചെയ്യാം? കമ്പനി ടു കമ്പനി, ഒരു കമ്പനിയിൽ നിന്നും ഇപ്പോൾ ടാറ്റയുടെ എടുത്ത് ബിർളയിലോ അല്ലെങ്കിൽ അതെടുത്ത് പിന്നെ ടൊയോട്ടയിലോ അല്ലെങ്കിൽ അതെടുത്ത് എന്ത് ചെയ്യാം മാരുതി ഉദ്योग ലിമിറ്റഡിലോ അങ്ങനെ അല്ലെങ്കിൽ AVTയിലോ അല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റേണിലോ ഏത് കമ്പനികളിലേക്ക് വേണമെങ്കിലും നമ്മുടെ സെക്യൂരിറ്റി. അതേപോലെ സെക്ടർ കാർഷിക മേഖലയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസിലാണ് നമ്മൾ സെക്യൂരിറ്റി കരസ്ഥമാക്കിയിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യും? അതവർ സ്വിച്ച് ചെയ്യും, മറ്റുള്ളതിലേക്ക് ഫ്ലോ ചെയ്യുന്നു, ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയിലേക്ക്. മനസ്സിലായല്ലോ? നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റീല്, ടെക്സ്റ്റൈല്, ഓട്ടോമൊബൈല്, ഇലക്ട്രിസിറ്റി, അവിടെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ്. അതല്ല നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് സർവീസ് സെക്ടർ ആണെങ്കിൽ സർവീസ് സെക്ടർ നമുക്കറിയാം. ബാങ്കിങ്, IT, ടെലികമ്മ്യൂണിക്കേഷൻ, ടൂറിസം, ട്രാൻസ്പോർട്ട്സ്, ഇതൊക്കെ എന്താണ് സേവന മേഖലകളാണ്. മറ്റ് ആധുനിക കാലത്ത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ അനലൈസ് ചെയ്തിരുന്ന 3 സെക്ടറുകൾ നമുക്കറിയാം. എന്തൊക്കെയായിരുന്നു? പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ് അവിടെ വരുന്നത്. മാനുഫാക്ചറിങ്ങിൽ മെക്കനൈസ്ഡ് ആയിരിക്കും, വലിയ കമ്പനികളാണ്. അവർ എന്ത് ചെയ്യുന്നു? ടെക്നോളജി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്നു. ടെക്സ്റ്റൈലോ ഓട്ടോമൊബൈലോ ഒക്കെ അതിന് എക്സാമ്പിളാണ്. സർവീസ് സെക്ടർ അവർ പ്രധാനമായിട്ടും സേവന മേഖലയാണ്. ആ മേഖലയിലേക്ക് മാറ്റാം. പിന്നെ നാലാമതായിട്ട് പുതിയ സെക്ടർ പറയുന്നത് ക്വാർട്ടർനറി ആണ്. ക്വാർട്ടർനറി മനസ്സിലായോ? അവിടെയൊക്കെ ഡീൽ ചെയ്യുന്ന നോളജ്, ഇന്നൊവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ബയോടെക്നോളജി, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൺസൾട്ടൻസി സർവീസ്, എഡ്യൂക്കേഷൻ ഒക്കെ ക്വാർട്ടർനറി സെക്ടറിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യം അവിടേക്കാണെങ്കിൽ നിങ്ങളുടെ ഫണ്ട് അങ്ങോട്ട് മാറ്റാം. അഞ്ചാമതൊരു സെക്ടറൂടെ പറയുന്നുണ്ട്, കൊയിനറി സർവീസസ്. ഇത് പോളിസി മേക്കിംഗ് ആൻഡ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇത് ഇൻറ്റൻറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഏജൻസികളെയും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും ഈ മേഖല ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക താല്പര്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പം ഇതിനകത്ത് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ
സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത സെഷനിൽ അത് അവതരിപ്പിക്കുന്നതാണ്. പിന്നെ അവിടെ നമ്മൾ പരിശോധിക്കുന്ന ഇതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, മറ്റ് കാര്യം, ഇതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ്, അതിൻ്റെ സംഘടനാപരമായ സംവിധാനം എങ്ങനെയാണ്, അതെങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഉള്ളതാണ് അടുത്തത് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ